സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതവും ഒപ്പം നന്ദിയും അറിയിച്ചുകൊണ്ട് ഒരു വചനം പ്രാർത്ഥനയോടെ വായിച്ച് പ്രഭാത ധ്യാനത്തിൽ നമുക്ക് പങ്കെടുക്കാം. അതിനായി തിരഞ്ഞെടുത്ത തിരുവചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 25 വാക്യം 40. എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തെടുത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25 അധ്യായം 40 വാക്യത്തിൽ ദൈവമായ കർത്താവ് ഒരു ഉപമയിലൂടെ സംസാരിക്കുകയാണ്. ഇവിടെ കർത്താവ് പറയുന്നത്, എനിക്ക് വിശന്നപ്പോൾ നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, എനിക്ക് ദാഹിച്ചപ്പോൾ നിങ്ങൾ കുടിപ്പാൻ തന്നു, ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു, ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു എന്ന് കർത്താവ് പറയുമ്പോൾ അതിന് മറുപടിയായി കേൾവിക്കാർ കർത്താവിനോട് ചോദിക്കുന്നത്, എപ്പോഴാണ് ഈ നന്മകളെല്ലാം ഞങ്ങൾ ചെയ്തത് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് കർത്താവ് പറയുന്നത്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തെടുത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന്. ഇപ്രകാരം ഒരു കഥ വായിച്ച് കേൾക്കുവാനിടയായി. ജനറൽ മാർട്ടിൻ ഒരു പട്ടാള മേധാവിയായിരുന്നു. ആത്മീയ കാര്യങ്ങളിലും അദ്ദേഹം അതീവ ശ്രദ്ധാലുവായിരുന്നു. ഒരിക്കൽ താൻ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഭിക്ഷക്കാരൻ തന്നോട് ഭിക്ഷ യാചിച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അപ്പോൾ ഒന്നുമില്ലായിരുന്നു. ഭിക്ഷക്കാരൻ ഒരു സന്യാസിയായിരുന്നു. ഒന്നും കൊടുക്കാനില്ല എന്ന് വിഷമിച്ച ജനറൽ മാർട്ടിൻ പെട്ടെന്ന് തൻ്റെ പുതപ്പ് രണ്ടായി കീറി പകുതി ആ ഭിക്ഷക്കാരനായ സന്യാസിക്ക് കൊടുത്തിട്ട് യാത്ര പോയി. അന്ന് രാത്രി താൻ ഉറക്കത്തിലായിരിക്കുമ്പോൾ ഇപ്രകാരം ഒരു സ്വപ്നം കാണുവാനിടയായി. കർത്താവായ യേശു ഇംഗ്ലണ്ടിലെ ഒരു തെരുവിൽ കൂടി ഒരു കഷണം പുതപ്പ് പുതച്ച് യാത്ര ചെയ്യുന്നു. ആ കാഴ്ച ജനറൽ മാർട്ടിനെ വളരെ സന്തോഷിപ്പിച്ചു. അദ്ദേഹം രണ്ടായി കീറി ആ ഭിക്ഷക്കാരന് കൊടുത്ത അതേ പുതപ്പാണ് താൻ സ്വപ്നത്തിൽ കണ്ടതെന്ന് അദ്ദേഹം പിന്നെ കുറിച്ചു. മത്തായി സുവിശേഷത്തിൽ 25 അധ്യായത്തിൽ നാം വായിച്ച വചനം നമുക്ക് നൽകുന്ന സന്ദേശവും ഇതുതന്നെയാണ്. അല്പകാലം പരദേശികളായി ഈ ഭൂമിയിൽ നാം പാർക്കുമ്പോൾ നാം മറ്റുള്ളവർക്ക് ചെയ്യുന്ന നന്മ അത് കർത്താവിന് ചെയ്യുന്നു എന്ന് കർത്താവ് പറയുന്നു. ഇവിടെ മറ്റൊരു ചിന്ത കൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നത് ദൈവത്തിനായിരിക്കുമ്പോൾ തന്നെ
നാം മറ്റുള്ളവരെ സഹായിക്കാതിരിക്കുമ്പോൾ അഥവാ ഉപദ്രവിക്കുമ്പോൾ അതും ദൈവത്തെ സഹായിക്കാതിരിക്കുന്നതും ദൈവത്തെ ഉപദ്രവിക്കുന്നതുമാണ്. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.